കൊനിച്ചിവ ജപ്പാൻ ഡയറീസ് ബൈ ചീ ചായയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ജപ്പാനിലേക്ക് കുറേ ആളുകൾ ടൂറിസ്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ട്, ജപ്പാൻ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ജപ്പാൻ ഉദയസൂര്യൻ്റെ നാട് അല്ലെ, ഉദയസൂര്യൻ്റെ നാട് കാണാൻ ആഗ്രഹമില്ലാത്തവരാരും കാണില്ല അല്ലേ. ജപ്പാൻ എന്ന് പറയുന്നത് ഏഷ്യയിലെ ഒരു ഐലൻഡ് രാജ്യമാണ്, ഐലൻഡുകൾ ചേർന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. അപ്പോൾ ജപ്പാനിലെ ക്ലൈമറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ 4 സീസൺസും അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ തന്നെ വരുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. വിൻ്റർ, സമ്മർ, സ്പ്രിംഗ്, ഓട്ടം, ഇത് 4ഉം നല്ല എക്സ്ട്രീമായിട്ട് തന്നെ ഇവിടെ കാണും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്ത് വരാനായിരിക്കും ഇഷ്ടം, ഓരോ സീസൺ കാണാനും ഓരോ സീസൺ എക്സ്പീരിയൻസ് ചെയ്യാനുമായിരിക്കും ഓരോരുത്തർക്കും ഇഷ്ടം. അപ്പോൾ നമ്മൾ 4 സീസണെ പറ്റി പറയുകയാണെങ്കിൽ, സമ്മറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ചൂടാണ്. ഓട്ടോ സീസണിൽ ഈ മരങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയായിരിക്കും, ഇലകൾക്കും മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച് ഇങ്ങനത്തെ കളറുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിലൂടെ ആഡ് ചെയ്യാം ഇടയ്ക്ക്. ഓട്ടോ സീസൺ കഴിയുമ്പോൾ തന്നെ വിൻ്റർ തുടങ്ങും. വിൻ്ററിൽ നല്ല തണുപ്പായിരിക്കും, സ്നോ കവേർഡായിട്ട് പല സമയങ്ങളിലും കാണാറുണ്ട് ടോക്കിയോ ഒക്കെ. അപ്പോൾ തന്നെ ടൂറിസ്റ്റുകളുടെ നമ്പർ കുറവായിരിക്കും ഈ വിൻ്റർ സീസണിൽ, കാരണം അത്രയ്ക്ക് തണുപ്പാണ്. ഇപ്പം ആക്ച്വലി ഇവിടെ ഓട്ടമാണ്, എന്നിട്ടും തണുപ്പ് തുടങ്ങി. ഞാനിപ്പോൾ ഇപ്പോഴേ വിൻ്റർ ഡ്രസ്സ് ഇട്ടിട്ടാണ് തുടങ്ങുന്നത്, കാരണം നല്ല തണുപ്പാണ്. പിന്നെ ഓരോ സീസണിൽ വരുമ്പോൾ അതിൻ്റെതായ ഡ്രസ്സുകളും വേണം കേട്ടോ. വിൻ്ററിൽ വിൻ്റർ ഡ്രസ്സ് ഇല്ലാതെ പറ്റില്ല, സമ്മറിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സ്, അങ്ങനെ ഓരോ സീസൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് പാക്ക് ചെയ്യേണ്ടത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അതെ, അപ്പോൾ വിൻ്ററിൽ എന്തായാലും ജാക്കറ്റ്, ഇന്നേഴ്സ്, തെർമൽ ഇന്നേഴ്സ് വേണം, അങ്ങനത്തെ ഇതെല്ലാം. അതുപോലെ കട്ടിയുള്ള ഡ്രസ്സ് ഒക്കെ വേണം, ഗ്ലൗസ്, ജാക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പാക്ക് ചെയ്യാൻ മറക്കരുത് വിൻ്ററിൽ വരുമ്പോൾ. അതേപോലെ സമ്മറിൽ നല്ല ചൂടായിരിക്കും, നല്ല ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം സമ്മറിലാണ് വരുന്നതെങ്കിൽ. പിന്നെ ഇനി പറയാനുള്ള സ്പ്രിങ്ങിലാണ് നല്ല മനോഹരമായ ചെറി ബ്ലോസവും നല്ല പൂക്കളും എല്ലാം ഇവിടെ പൂക്കുന്നത്. നമ്മൾ ചെറി ബ്ലോസം നമ്മുടെ മ്യോക്കോ ട്രിപ്പിലും ഫസ്റ്റ് എപ്പിസോഡിലും ഒക്കെ കാണിച്ചിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണേ. നല്ല ഭംഗിയാണ് പൂക്കളെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ. അപ്പോഴാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്നതും സാധനങ്ങളുടെ വിലയൊക്കെ കുറച്ച് കൂടുന്നതും ആ ഒരു സ്പ്രിംഗ് ടൈമിലായിരിക്കും. പക്ഷേ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും ആ സ്പ്രിംഗ് ടൈമിലാണ്, കാരണം നല്ലൊരു ക്ലൈമറ്റ് ആണ്, കാണാൻ നല്ല ഭംഗിയാണ്, ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാം, എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സീസണാണ് സ്പ്രിംഗ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ 4 സീസൺസ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വിസയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആക്ച്വലി ഇന്ത്യൻ നാഷണൽസിന് ജപ്പാനിലേക്ക് ടൂറിസ്റ്റായിട്ട് വരാൻ 90 ഡേയ്സ് ടൈമിൽ ഷോർട്ട് ടേം ആയിട്ട് ജപ്പാനിലേക്ക് വരാനും ടൂറിസ്റ്റായിട്ട് ഇവിടെ കാണാനും ഒക്കെ വിസാസ് അവൈലബിൾ ആണ്. അതിന് 510 രൂപയേ ഉള്ളൂ അല്ലേ? അതെ, ഷോർട്ട് ടൈം ടൂറിസ്റ്റ് വിസയ്ക്ക് 510 രൂപയേ ഉള്ളൂ. അത് എംബസി ഓഫ് ജപ്പാൻ ഇൻ ഇന്ത്യ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി നമുക്കൊരു പേജ് കാണാൻ പറ്റും. അതിനകത്ത് ഈ വിസ ഡീറ്റെയിൽസും ബാക്കിയെല്ലാം നമുക്ക് വേണ്ടുന്ന എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് അതിന് വേണ്ടിയിട്ടുള്ളത് ഇവിടെ ടൂറിസ്റ്റായിട്ട് വരാൻ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പം എംബസി ഓഫ് ജപ്പാൻ ഇൻ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്താൽ മതി, അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ വിസ എല്ലാം റെഡിയായി, ഇനി നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ലോ കോസ്റ്റ് ഫ്ലൈറ്റും ഉണ്ട്, അല്ലാത്ത ഫ്ലൈറ്റുകളും ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലനുസരിച്ചുള്ള ബഡ്ജറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുന്നതാണ്. നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും ചെയ്യുന്നത് ശ്രീലങ്കൻ എയർലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ശ്രീലങ്കൻ എയർലൈൻസ് ആണ് യൂഷ്വലി കുറച്ച് ചീപ്പറായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഈ ലോ കോസ്റ്റ് അല്ലാത്ത ലോ കോസ്റ്റ് ഫ്ലൈറ്റ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് അധികം ലഗേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ലോ കോസ്റ്റ് ഫ്ലൈറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടു ആൻഡ് ഫ്രോ ഒരാൾക്ക് അപ്രോക്സിമേറ്റ്ലി 40,000-45,000 ഇന്ത്യൻ രൂപയൊക്കെ ആകാറുണ്ട്. പിന്നെ സീസൺ അനുസരിച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറും. പിന്നെ കൺവീനിയൻ്റ് ആയിട്ടുള്ളത് സിംഗപ്പൂർ എയർലൈൻസ് ഉണ്ട്, നല്ല കൺവീനിയൻ്റ് ആണ്. പക്ഷെ അത് ഇത്തിരി റേറ്റ് കൂടുതലാണ്, ഒരു 60,000 റേഞ്ച്, അതിന് മുകളിലൊക്കെ ചിലപ്പോൾ ആകാറുണ്ട്. പിന്നെ എയർ ഇന്ത്യ ഉണ്ട്. ചെന്നൈയിലേക്ക് ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് ചെന്നൈയിലേക്ക് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്കും വരാനുള്ള ഓപ്ഷൻസും ഉണ്ട്. പിന്നെ അടുത്തത് ട്രാവൽ ഇൻഷുറൻസ് ആണ്. ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ്. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, പനിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി കാണണമെങ്കിൽ നല്ല കോസ്റ്റ് ആവും. അത് നിങ്ങളുടെ ട്രാവൽ ഇൻഷുറൻസിൽ കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാവൽ ഇൻഷുറൻസ് വേണം എടുത്തിട്ട് വരാൻ. പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ റെയിൽ പാസ്. ഇവിടെ ആക്ച്വലി ജപ്പാൻ റെയിൽ പാസസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നതനുസരിച്ചിട്ട് റെയിൽ പാസ് എടുക്കുന്നത് നല്ലതായിരിക്കും. അത് ഇവിടെ വരുന്നതിന് മുന്നേ എടുക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. റെയിൽ പാസ് എടുക്കാൻ വേണ്ടി
ഒരു സമയം കളയേണ്ടി വരത്തില്ല. അപ്പോൾ റെയിൽ പാസസ് നല്ലതാണ്. റെയിൽ പാസ് നല്ലതാണ്, പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ JR റെയിൽ പാസ് എന്ന് പറഞ്ഞിട്ടാണ് ജപ്പാൻ റെയിൽവേസിൻ്റെ റെയിൽ പാസ് ഉള്ളത്. അങ്ങനത്തെ റെയിൽ പാസ്സാണ് ഉള്ളത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ജപ്പാനിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ അത്രയും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത് എടുത്തിട്ട് കാര്യമുള്ളൂ. ഇപ്പം നമ്മൾ ടോക്കിയോ എന്നുള്ള സ്ഥലത്ത് മാത്രമാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ എവിടേക്കാണ് പോകുന്നത് അങ്ങനത്തെ പ്ലാനിങ് എല്ലാം ആയിട്ട് വേണം ഈ പാസ് എടുക്കണോ വേണ്ട എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് തന്നെ അവർക്കുണ്ട്. നമ്മൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജപ്പാനിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകാൻ താല്പര്യപ്പെടുന്നു, അവിടുത്തെ സീസണും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ സ്ഥലങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ ഏത് റെയിൽ ലൈനാണ് എടുക്കേണ്ടത് എന്നൊക്കെയുള്ള നോക്കിയിട്ട് വേണം റെയിൽ പാസ് മേടിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. ഇത് ഒരു ഐലൻഡ് കൺട്രിയാണ്. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ലാംഗ്വേജ് അല്ല. ഇവിടെ ജാപ്പനീസിന് തന്നെയാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ എല്ലാവരും ജാപ്പനീസിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ നമ്മളിവിടെ വരുമ്പോൾ നമുക്ക് ജാപ്പനീസ് അറിയില്ല ഒരു ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ. അപ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് ചിലപ്പോൾ നേരിടേണ്ടി വരും. കാരണം കടയിൽ പോയാലും സാധനങ്ങളുടെ എല്ലാം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ജാപ്പനീസിൽ, എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും ജാപ്പനീസിലാണ് പറയുന്നതും ഒക്കെ. പക്ഷെ ഇപ്പം ഈയിടെയായിട്ട് കുറേ കൂടി കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ അനൗൺസ് ചെയ്യുകയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുറേ ആളുകളുണ്ട് ഇപ്പോൾ ഇവിടെ. എന്നിരുന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളെ കാണാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള ഡയറക്ഷൻസ് സൈൻ ബോർഡ്സ് ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ കേസിൽ ഏറ്റവും നല്ലത് ഒരു ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു 1-2 ജാപ്പനീസ് വാക്കൊക്കെ അറിഞ്ഞു വെക്കുക എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജാപ്പനീസ് കുറച്ച് സംസാരിച്ചാൽ ഇവിടുത്തെ ആളുകളെ നമുക്കൊന്ന് ഇമ്പ്രസ് ചെയ്യാൻ പറ്റും. കുറച്ച് അവരുടെ ഒരു എന്താ പറയുക, നമ്മളൊരു നാട്ടിലേക്ക് വരുന്നതല്ലേ, അപ്പോൾ അവരുടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ. ലൈക്ക് ഏറ്റവും ചെറിയ ചെറിയ വാക്കുകൾ, എളുപ്പം ഓർത്തിരിക്കാൻ പറ്റിയ വാക്കുകൾ. അതായത് നമ്മുടെ വീഡിയോയിൽ തന്നെ ആദ്യം ഞങ്ങൾ എപ്പോഴും പറയുന്നത് കൊന്നിച്ചിവ, അതായത് ഹലോ എന്നാണ് അർത്ഥം കൊന്നിച്ചിവ എന്ന് വെച്ചാൽ. അതുപോലെ തന്നെ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, അങ്ങനെയൊക്കെ അതിന് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിന് അർത്ഥം മാറും. അതേപോലെ നമ്മളിപ്പം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് താങ്ക് യുന് ഉള്ള വാക്ക്. അതായത് അരിഗാത്തോ ഗൊസൈമസ് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ സാധനങ്ങൾ വാങ്ങിയാൽ എന്ത് ചെയ്താലും ഇവിടെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന വാക്കാണ് അരിഗാത്തോ ഗൊസൈമസ്. അത് കുറച്ചൊരു കുനിഞ്ഞാണ് അവർ പറയുന്നത്, കുറച്ചൊരു ബോ ചെയ്ത് റെസ്പെക്റ്റോട് കൂടിയാണ് പറയുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 2 പ്രധാന വാക്കുകളാണ് കൊനിച്ചിവ, പിന്നെ ഉള്ളത് അരിഗാത്തോ ഗൊസൈമസ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട വാക്കുകളാണ്. ജസ്റ്റ് നമുക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും അറിഞ്ഞിരിക്കേണ്ട ചില ജാപ്പനീസ് വാക്കുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇവിടെ വരുമ്പോൾ. ഇവിടുത്തെ കറൻസി യെന്നാണ്. അപ്പം ഇവിടേക്ക് വരുമ്പം ആവശ്യത്തിന് ഈ എണ്ണയൊക്കെ കയ്യിൽ കരുതാൻ വേണ്ടി മറക്കരുത്. ഇവിടെ ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും ക്രെഡിറ്റ് കാർഡ് അക്സെപ്റ്റ് ചെയ്യാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ കയ്യിൽ എപ്പോഴും നമ്മൾ കറൻസി, അതായത് യെൻ കയ്യിലെപ്പോഴും വേണം. നിങ്ങൾ സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ കടകളിലൊന്നും ക്രെഡിറ്റ് കാർഡ് എടുക്കണമെന്നില്ല. അപ്പോൾ അതിന് എപ്പോഴും കയ്യിൽ ക്യാഷ് കരുതണം. പിന്നെ ജപ്പാനിൽ കുറേ ATMs ഫോറിൻ കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഫോറിൻ കാർഡ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ഇവിടുത്തെ കൺവീനിയൻസ് സ്റ്റോറുകളിലോ ഒക്കെ പോകേണ്ടി വരും. പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ATMs ഉണ്ട്, പോസ്റ്റ് ബാങ്ക് ATMs ഉണ്ട്, പിന്നെ 7 ബാങ്ക് ATM, അങ്ങനെ ചില ATMകളിൽ മാത്രമേ ഫോറിൻ കാർഡ്സ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഏത് സ്ഥലത്താണോ നമ്മൾ താമസിക്കാൻ പോകുന്നത് അവിടെ അക്കോമഡേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ വരാൻ വേണ്ടി ഡിസൈഡ് ചെയ്ത് കഴിയുമ്പം തന്നെ ഏതൊക്കെ സ്ഥലത്ത് പോകുന്നു എന്ന് നോക്കിയിട്ട് അവിടെയൊക്കെ കൃത്യമായ അക്കോമഡേഷൻ ബുക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇവിടെ പല ടൈപ്പ് അക്കോമഡേഷൻസ് ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ഇവിടുത്തെ ട്രഡീഷണൽ ര്യോക്കാൻ എന്ന് പറയുന്നത് ട്രഡീഷണൽ ജാപ്പനീസ് ഹോട്ടൽസിനെയാണ് ര്യോക്കാൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് Airbnb ഉണ്ട്, ക്യാപ്സ്യൂൾ ഹോട്ടൽസ് ഉണ്ട്. ഇപ്പം ബഡ്ജറ്റ് ഇതിൽ വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ക്യാപ്സ്യൂൾ ഹോട്ടൽസ് ഒക്കെ ആയിരിക്കും നല്ലത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് കിടക്കാനുള്ള സ്ഥലം മാത്രമേ അവിടെ കാണത്തുള്ളൂ. അതെന്നൊക്കെ പറഞ്ഞാൽ ഒരു 3,000-4,000 yen പെർ നൈറ്റ് ആവും. ഈ ര്യോക്കാൻസ് എന്നൊക്കെ പറയുന്നത് കോമൺലി ചിലപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. ചില സമയത്ത് പെർ നൈറ്റ് 10,000 yen ഒക്കെ ആകാറുണ്ട്. പിന്നെ Airbnb എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു വീട് കംപ്ലീറ്റ്ലി ബുക്ക് ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ
ഒരു വീട് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അവിടെ തന്നെ എല്ലാം കാണും, ലൈക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കാണും. പിന്നെ അടുത്ത് കൺവീനിയൻസ് സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിച്ച് നിങ്ങൾക്ക് തന്നെ അവിടെ കുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള അക്കോമഡേഷൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. പിന്നെ ഇനി നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് എയർപോർട്ടിൽ വന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സിം കാർഡ്, റെയിൽവേ പാസ്, പിന്നെ വൈഫൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എയർപോർട്ടിൽ തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമ്മളോട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് ഇൻ്റർനെറ്റ് ആണ്. അതായത് എവിടേക്കൊക്കെ പോകണം, എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇൻ്റർനെറ്റിൻ്റെ യൂസ് ഭയങ്കര വലുതാണ്. അപ്പം ഇവിടെ ഏറ്റവും പറ്റിയ ഒരു സ്യൂട്ടബിൾ ചോയ്സ് ടു ഗെറ്റ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എയർപോർട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് പോക്കറ്റ് വൈഫൈ എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് ഉണ്ട്. പിന്നെ പ്രീപെയ്ഡ് സിം കാർഡ്സ് ഉണ്ട്, ലൈക്ക് ഡാറ്റ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന സിം കാർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ടും ഡാറ്റയും വോയിസ് കോളും പറ്റുന്ന സിം കാർഡ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിം കാർഡ്സൊക്കെ 1 വീക്കിന് അല്ലെങ്കിൽ 2 വീക്സ് അങ്ങനെയൊക്കെ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന സിം കാർഡ്സ് ആയിരിക്കും ഉള്ളത്. പിന്നെ ഈ പോക്കറ്റ് വൈഫൈ എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ ഒരു ഡിവൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും അത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഒരുപാട് ഫ്രീ വൈഫൈ ഫോർ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇവൻ്റ് ആക്സസ് ചെയ്യാൻ പറ്റുമെങ്കിലും എപ്പോഴും ഒരു പോക്കറ്റ് വൈഫൈ കയ്യിലുള്ളതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ ഫ്രീ വൈഫൈ ഉണ്ടായിരിക്കണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്രീ വൈഫൈസ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചില ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. റെയിൽ പാസ് നാട്ടിൽ നിന്ന് വാങ്ങിക്കാൻ മറന്നു പോയിട്ട് വരുന്നവർക്ക് അതും എയർപോർട്ടിൽ വന്നിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കി ജപ്പാനിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടുത്തെ കൺവീനിയൻസിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ പാസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു IC കാർഡ് മേടിക്കാം. അതായത് പാസ്മോ, സുയിക്ക ഇതുപോലത്തെ എന്ന് പറഞ്ഞാൽ IC കാർഡ്സ്. ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകം IC കാർഡ്സ്, ടൂറിസ്റ്റുകൾക്ക് പ്രത്യേകമായിട്ടും അവരൊരു നല്ല ഡിസൈനിലൊക്കെ IC കാർഡ്സ് ഇറക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ IC കാർഡ് അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എയർപോർട്ടിൽ അതിനുള്ള പ്രത്യേക കൗണ്ടറുകളുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇത് തരും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ എപ്പോഴും പൈസ ഇടാതെ തന്നെ ഈ കാർഡ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അതായത് ഈ കാർഡ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. റീചാർജ് ചെയ്തിട്ട് ഈ കാർഡ് യൂസ് ചെയ്താൽ മതി. അതായത് ട്രെയിനിൽ കയറാൻ നേരം ടിക്കറ്റ് ഗേറ്റിൻ്റെ അവിടെ ഈ കാർഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ ഈ കാർഡ് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സാധനം വാങ്ങാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എപ്പോഴും നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ID കാർഡ് മസ്റ്റായിട്ടും കണ്ടിരിക്കണം. അതിപ്പോൾ എന്ത് പുറത്തിറങ്ങിയാലും, ഇവിടുന്ന് ജസ്റ്റ് ഈ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും ആ പാസ്പോർട്ട് അല്ലെങ്കിൽ ID കാർഡ് നമ്മുടെ കയ്യിൽ വേണം. അത് ഇവിടുത്തെ ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? അതെ, ചിലപ്പോൾ ഇവിടുത്തെ പോലീസ് നമ്മുടെ അടുത്ത് ID കാർഡ്സ് ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ അവരുമായിട്ട് നല്ലപോലെ കോപ്പറേറ്റ് ചെയ്യണം. പിന്നെ ജപ്പാൻ എന്ന് പറയുന്നത് നല്ല സേഫാണ്, ഒട്ടും പേടിക്കേണ്ട. ട്രാവൽ ചെയ്യാനാണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ രാത്രി ട്രാവൽ ചെയ്യാനാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാം. ഒട്ടും തന്നെ ഒരു പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. രാത്രി ട്രാവൽ ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പോൾ ഏത് സ്ഥലത്തേക്കാണോ പോകുന്നത് അവിടുത്തെ ലാസ്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ നോക്കി വെക്കുക. കാരണം ഇവിടെ 24 hours ഓടുന്ന ട്രെയിനുകളല്ല. മോസ്റ്റ് ഓഫ് ദി ട്രെയിൻസ് ചില ലൈനുകളൊക്കെ 12 മണിയാകുമ്പോൾ അടയ്ക്കുന്ന ലൈനുകളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോകാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനും. അപ്പം അതിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാനും എടുക്കാനും ഒക്കെ വേണ്ടി ഗൂഗിൾ മാപ്സ് ഉപയോഗിക്കാറുണ്ട്. അതായത് ട്രെയിൻ ലൈന് അതിൻ്റെ ടൈമൊക്കെ നോക്കാൻ വേണ്ടി ഗൂഗിൾ മാപ്സ് ഉണ്ട്. ഹൈപ്പർഡിയ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ആപ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ആപ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്നൊക്കെയുള്ള നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനാണോ ബസ്സാണോ എന്നുള്ള ഡീറ്റെയിൽസ്, എത്ര കോസ്റ്റ് ആകും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, എത്ര ടൈം എടുക്കും എന്നൊക്കെയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആപ്സും ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഇവിടുത്തെ ട്രെയിൻസ് ഒക്കെ ചില സമയങ്ങളിൽ നല്ല ക്രൗഡഡ് ആയിരിക്കും. അതായത് രാവിലെ ഓഫീസിലേക്ക് പോകുന്ന സമയങ്ങളിലും വൈകിട്ട് ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയങ്ങളിലൊക്കെ ട്രെയിൻസ് എക്സ്ട്രീംലി ക്രൗഡഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തല്ലാതെ ഒരു 7:30 മുതൽ 9 മണി വരെയുള്ള സമയം രാവിലെ, അതേപോലെ വൈകിട്ട് ഒരു 5:30 മുതൽ 6:30-7 മണി വരെയുള്ള സമയങ്ങളിലൊക്കെ നല്ല ക്രൗഡഡ് ആയിരിക്കും.
അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ആ ടൈം ഒന്ന് ഒഴിവാക്കിയിട്ട് അതിനിടയിലുള്ള ടൈമൊക്കെ ട്രാവൽ ചെയ്താൽ നമുക്കും കൺവീനിയൻ്റ് ആയിരിക്കും, അവർക്കും കൺവീനിയൻ്റ് ആയിരിക്കും. കാരണം അത്രയ്ക്ക് ക്രൗഡഡ് ആയിരിക്കും ഈ ഒരു രാവിലെയും വൈകിട്ടുള്ള സമയങ്ങളിൽ. പിന്നെ വുമൻ ഉള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അത് രാവിലെ ഈ ക്രൗഡഡ് ടൈംസിൽ മാത്രമേ ഉള്ളൂ, അല്ലാത്ത ടൈമിൽ എല്ലാവർക്കും ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ്. പിന്നെ ട്രെയിൻസ് ഇൻ ജപ്പാൻ എന്ന വീഡിയോ കാണാൻ മറക്കരുത്, അതിലെല്ലാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഫുഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ജാപ്പനീസ് ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, ജാപ്പനീസ് ഫുഡ് ടേസ്റ്റ് ചെയ്യണം, എന്താണത് എന്നൊക്കെ അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫുഡുണ്ട് ജാപ്പനീസ് ഫുഡ്. നല്ലൊരു അവസരമാണ് ജാപ്പനീസ് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യാനും, റോ ആയിട്ടുള്ള ഫിഷും മീറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനി അതൊന്നും പറ്റില്ല, നാട്ടിലെ ഫുഡ് തന്നെ വേണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് ഇവിടെ ധാരാളമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് നോക്കാവുന്നതാണ്. പിന്നെ എസ്പെഷ്യലി കേരള റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ചിലർക്കൊക്കെ സംശയം കാണും, ഇവിടെ ഹലാൽ ഫുഡാണോ, പിന്നെ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ സംശയങ്ങളുണ്ട്. വെജിറ്റേറിയൻ അല്ലെങ്കിൽ ഹലാൽ മീറ്റ് ഉള്ള റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലും ഇവിടെയുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. എന്നിരുന്നാലും നിങ്ങളത് കൺഫേം ചെയ്യുന്നത് നല്ലതാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ടിപ്പിംഗ് പാടില്ല, നോ ടിപ്പിംഗ് ഇൻ ജപ്പാൻ. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ടിപ്പൊക്കെ കൊടുക്കും അല്ലേ വെയിറ്റേഴ്സിനൊക്കെ, പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതൊരു നല്ല കാര്യമായിട്ടല്ല ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം, നമ്മൾ റോഡിൽ കൂടിയൊക്കെ നടന്നുകൊണ്ട് കഴിക്കരുത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണെങ്കിൽ നമ്മൾ റോഡിൽ കൂടെയൊക്കെ നടന്നുകൊണ്ട് കപ്പലിൻ്റെയൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ പോകല്ലേ, പക്ഷേ ഇവിടെ അങ്ങനെ റോഡിൽ കൂടെ നടന്നുകൊണ്ട് കഴിക്കുന്ന ഒരു മോശം കാര്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അങ്ങനെ ആരും ചെയ്യാറില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്മോക്കിംഗ്. പബ്ലിക് സ്മോക്കിംഗ് പാടില്ല. ഇവിടെ സ്മോക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രത്യേകം ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഉണ്ട്, അവിടെ പോയേ നമ്മൾ സ്മോക്ക് ചെയ്യാവൂ, സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ. ഇവിടുത്തെ ഒരു കോമൺ രീതി എന്താണെന്നറിയോ, നമ്മളിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്ന് നമ്മൾ എവിടേക്കാണോ പോകുന്നത് അതിനു മുമ്പേ തന്നെ അവിടേക്ക് പോകാനുള്ള ഡീറ്റെയിൽസ്, അവിടുത്തെ വെതർ എന്താണ്, എങ്ങനെ പോകണം, ആ സ്ഥലത്തുള്ള റെസ്റ്റോറൻറ്റ്സ് ഏതൊക്കെയാണ്, ഏത് റെസ്റ്റോറൻറ്റിൽ പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഓൾറെഡി ഫിക്സ് ചെയ്ത് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. അതായത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ നോക്കും, ഓക്കെ ഇന്ന് എനിക്ക് പോകേണ്ടത് യോക്കോഹാമയിലേക്കാണ്, അപ്പോൾ യോക്കോഹാമയിലെ വെതർ എത്രയാണ്, അവിടെ റെയിനി ആണോ സണ്ണി ആണോ, എങ്ങനെ പോകണം, അതായത് ട്രെയിനിൽ പോകണോ ബസ്സിൽ പോകണോ, ഏത് സമയത്താണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്, അപ്പം എത്ര ഡിസ്റ്റൻസ് ഞാൻ ട്രാവൽ ചെയ്യണം, അവിടെ ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. എനിക്കിപ്പോൾ തോന്നുകയാണ് ഇന്ന് എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണം, അപ്പം ഞാൻ നോക്കും ഓക്കെ യോക്കോഹാമയിൽ ഏതൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, എനിക്ക് ചിലപ്പോൾ സൗത്ത് ഇന്ത്യൻ കഴിക്കാൻ തോന്നി ഏതൊക്കെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അവിടെ സ്മോക്കിംഗ് അല്ലാത്ത ഏരിയാസ് ഉണ്ടോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വെബ്സൈറ്റിൽ നോക്കി അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടായിരിക്കും രാവിലെ തന്നെ പോകുന്നത്. അപ്പം ഇപ്പോൾ ടൂറിസ്റ്റായിട്ട് വന്നാലും ഇന്ന് നിങ്ങൾ എവിടേക്കാണോ പോകുന്നത്, ഓക്കെ ആ സ്ഥലത്തെ പറ്റി കുറച്ചൊരു ഐഡിയ മനസ്സിൽ വേണം, അവിടുത്തെ വെതർ എന്താണ്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ മഴയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അംബ്രല്ല എടുക്കണ്ടേ, അപ്പം വെതർ എന്താണ് എന്നൊക്കെയുള്ള നോക്കിയിട്ട് ഏത് റെസ്റ്റോറൻറ്റിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ലഞ്ച് കഴിക്കണം, ഡിന്നർ കഴിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇവിടെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം വെൻഡിങ് മെഷീൻസ് ആണ്. ഇവിടെ വെൻഡിങ് മെഷീൻസ് ധാരാളമായിട്ടുണ്ട്. അതായത് കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലും ഹോട്ട് ഡ്രിങ്ക്സ് ആണെങ്കിലും നമുക്കിപ്പോൾ അടുത്ത റെസ്റ്റോറൻ്റ് ഒന്നും കണ്ടില്ല അല്ലെങ്കിൽ കൺവീനിയൻസ് സ്റ്റോറിന് കണ്ടില്ല എന്നുണ്ടെങ്കിലും വെൻഡിങ് മെഷീൻ ഉണ്ടെങ്കിൽ തൽക്കാലം ഒരു ആശ്വാസത്തിനുള്ള വെള്ളമോ ജ്യൂസോ കോഫിയോ ടീയോ ഒക്കെ നമുക്ക് വെൻഡിങ് മെഷീനിൽ നിന്നും എടുക്കാവുന്നതാണ്. ആ വെൻഡിങ് മെഷീനിൽ നമുക്ക് സുയിക്ക പാസ്മോ കാർഡ് നമ്മൾ മുമ്പേ കാണിച്ചില്ലേ, അത് യൂസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് എണ്ണിട്ടിട്ടും എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും ജാപ്പനീസ് അറിയില്ല ഒരു ടൂറിസ്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലായിരിക്കും ഇവിടുത്തെ ആൾക്കാരുടെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം ഇവിടേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡിറക്ഷനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഇംഗ്ലീഷ് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പയ്യെ സംസാരിക്കുക. പയ്യെ ഇൻ ദ സെൻസ് സൗണ്ട് കുറച്ച് സംസാരിക്കുക എന്നല്ല, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ സ്പീഡ് കുറച്ച് സംസാരിക്കുക. അതായത് ഇപ്പം ഞാൻ ചോദിക്കുന്നു ഹായ് കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് ചോദിക്കുന്നതിന് പകരം ഹായ് കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പയ്യെ ചോദിച്ചാൽ ജാപ്പനീസുകാർക്ക് ആ പയ്യെ പറയുന്നതായിരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എളുപ്പം. ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോയ ഒരാളോട് ഹായ് ഡു യു നോ ഇംഗ്ലീഷ്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ അവർ പെട്ടെന്ന് ഞെട്ടിയിട്ട് നോ നോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവും. കാരണം ജാപ്പനീസുകാർ കുറച്ചൊരു ഷൈ ആണ്. നമ്മൾ ഡു യു സ്പീക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ ചെന്ന് നേരിട്ട് ഡയറക്റ്റ്ലി ഒരാളോട് ചോദിച്ചാൽ ചിലപ്പോൾ അവർ നോ എന്നായിരിക്കും പറയുക. പക്ഷെ അല്ലാതെ ഹായ് കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ എന്നൊക്കെയുള്ള രീതിയിൽ ചോദിച്ചാൽ
അവർ നമ്മളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. ജാപ്പനീസ് ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ വളരെ നല്ല മനസ്സുള്ളവരാണ്. നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഡിറക്ഷനൊക്കെ ചോദിച്ചാൽ ജസ്റ്റ് നമ്മൾ ഇവിടെ പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് ടൈം ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് ആ സ്ഥലത്ത് എത്തിച്ചിട്ടേ അവർ പോകത്തുള്ളൂ. അങ്ങനെയുള്ളവരാണ് ജപ്പാനിലെ ആളുകൾ. അപ്പോൾ നമ്മൾ കുറച്ച് പൊളൈറ്റായിട്ട് കുറച്ച് പയ്യെ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചാൽ അവിടെ അവരിൽ നിന്ന് തിരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ് ഒക്കെ കിട്ടും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ വഴി അറിയാതെയൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലർ ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുത്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് പറയാം. അതായത് നമ്മൾ ഈ എന്ത് പറ്റി, ഇപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ ഇങ്ങോട്ട് വന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അതേപോലെ റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെ അവിടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് സെൻറ്റേഴ്സ് കാണും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടുത്തെ പോലീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തായാലും നമ്മളെ സഹായിക്കുന്നതാണ്. അതേപോലെ തന്നെ റോഡിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോഴും ഇവിടെ കോബാൻ എന്ന് പറയുന്ന ഒരു പോലീസ് ബോക്സസ് ഉണ്ട്, ഓരോ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് അവിടുത്തെ പോലീസ് ഓഫീസേഴ്സിനോട് നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇൻഫർമേഷൻ എന്താ വേണ്ടത്, അല്ലെ എന്തെങ്കിലും കളഞ്ഞുപോയി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പോലീസ് ബോക്സസ്, കോബാൻ എന്ന് പറയുന്ന പോലീസ് ബോക്സസിലൊക്കെ പോയി ഇൻഫോം ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് എല്ലാവർക്കും എപ്പോഴും വേണ്ട സാധനമാണ് മൊബൈൽ ഫോൺ എപ്പോഴും ചാർജ് ചെയ്ത് വെക്കുകയും വേണം അല്ലേ. അപ്പം ജപ്പാനിലെ സോക്കറ്റ് എന്ന് പറയുന്നത് 2 പിൻ സോക്കറ്റ്സ് ആണ്. അപ്പം നമ്മൾ എപ്പോഴും ഒരു ട്രാവൽ അഡാപ്റ്റർ കൂടെ കൊണ്ടുവരാൻ മറക്കരുത്. അതെ. എപ്പോഴും എല്ലാവരും മിക്കവർക്കും മറന്നു പോകുന്നൊരു സാധനമാണ് ഈ ട്രാവൽ അഡാപ്റ്റർ. നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന ചാർജിങ് പിൻ ഉണ്ടല്ലോ, അതല്ല ഇവിടെ 2 പിന്നാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ട്രാവൽ അഡാപ്റ്റർ കയ്യിൽ മസ്റ്റായിട്ടും വേണം കേട്ടോ. ആ കാര്യം മറക്കരുത്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒന്നാണ് പബ്ലിക് ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. ഇവിടുത്തെ ടോയ്ലറ്റ് പോകുക പറയുന്നത് വൺ ഓഫ് ദ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എല്ലാവരും ടൂറിസ്റ്റുകളും എല്ലാം പറയുന്നത്. എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ ടോയ്ലറ്റ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അത് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും. കാരണം അതിൽ കുറേ ബട്ടൺസും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഉള്ളത്. ആദ്യമായിട്ട് നമ്മളൊന്നും അറിയാതെ കയറുകയാണെങ്കിൽ ശരിക്കും നമ്മൾ പെട്ടുപോകും. കാരണം നോക്കുമ്പോൾ കുറേ ബട്ടൺസ് മാത്രമേ ഉള്ളൂ. ആക്ച്വലി ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം ആ ബട്ടൺസിലൊക്കെ മിക്കപ്പോഴും ജാപ്പനീസിൽ തന്നെ ആയിരിക്കും അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇത് മനസ്സിലാവത്തില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടേക്ക് വരുന്നതിന് മുന്നേ ജസ്റ്റ് ഹൗ ടു യൂസ് ടോയ്ലറ്റ്സ് ഇൻ ജപ്പാനെ പറ്റി വായിക്കുകയോ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും വീഡിയോസൊക്കെ. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ലൈക്ക് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കൺവീനിയൻസ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻസ് പിന്നെ വലിയ ഷോപ്പിംഗ് മോൾസ് ഇവിടെ എല്ലാം ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് യാത്രയൊക്കെ ചെയ്യുകയാണ്, പെട്ടെന്ന് ടോയ്ലറ്റ് പോകേണ്ട ഒരു ആവശ്യം വന്നാൽ അടുത്ത കൺവീനിയൻസ് സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാവുന്നതാണ്. അതിനൊന്നും ഇവിടെ യാതൊരു കുഴപ്പമില്ല. ഇവിടെ കൺവീനിയൻസ് സ്റ്റോഴ്സിനെ കോമ്പിനി എന്നും പറയാറുണ്ട്. അപ്പം സെർച്ച് ചെയ്താൽ അടുത്ത കൺവീനിയൻസ് സ്റ്റോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പെട്ടെന്ന് കയറാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷൻസിലും ഉണ്ട്. അവിടെ നിങ്ങൾ സൈൻ ബോർഡ് നോക്കിയിട്ട് അത് എവിടെയാണെന്നുള്ളത് നോക്കിയിട്ട് അവിടെ പോകാവുന്നതാണ്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സ്ഥലത്ത് പോകണമെങ്കിൽ കാർ റെൻ്റ് എടുത്ത് പോകാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാറ് റെൻറ്റിനടുത്തൊക്കെ ഓടിക്കാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ റൂൾസ് എല്ലാം നേരത്തെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. കാരണം ഫൈനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇനി മിസ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് ഷോപ്പിംഗ് അല്ലേ. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. അപ്പം ഷോപ്പിംഗ്, ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഡ്രസ്സസ് ഷോപ്പ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഷോപ്സ് ഉണ്ട് ഇവിടെ. ലൈക്ക് യുണീക്ലോ, പിന്നെ ജിയു, പിന്നെ H&M. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കടകളിൽ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി കടകളാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഡ്രസ്സസ് നോക്കണമെങ്കിൽ അവിടെയൊക്കെ പോയി നോക്കാവുന്നതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിക് ഷോപ്സ് ലൈക്ക് ബിഗ് ക്യാമറ, യോദോബാഷി ക്യാമറ, പിന്നെ ലാബി, ഈ ഷോപ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒക്കെ. അപ്പോൾ അവിടെ ചില കടകളിലൊക്കെ ടാക്സ് ഫ്രീ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ പാസ്പോർട്ടും കൊണ്ട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് റിഡക്ഷൻ കിട്ടും. അപ്പം ഡ്രസ്സസ് അല്ലാതെ വേറെ ഐറ്റംസ് ഒക്കെ, അതായത് ഇപ്പം കിച്ചണിൽ അല്ലെങ്കിൽ വീടിനുള്ളിലൊക്കെ യൂസ്ഫുൾ ആയിട്ട് വെക്കേണ്ട കുറേ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട് ഇവിടെ. അതിന് 100 yen ഷോപ്പ് എന്നാണ് പറയുന്നത്. ഹ്യാക്കുയൻ ഷോപ്സ് എന്ന് പറയും. അപ്പോൾ അങ്ങനത്തെ ആ ഷോപ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സമയം പോകുന്നതേ അറിയത്തില്ല. എല്ലാം 100 തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ പോയി എടുത്തിട്ട് എല്ലാം കൂടി ബില്ലടിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനത്തെ ഷോപ്സ് എന്ന് പറയുന്നത് ഏറ്റവും അങ്ങനത്തെ മെയിൻ ഷോപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ദായ്സോ എന്ന് പറയുന്ന ഷോപ്സ് ഉണ്ട്, പിന്നെ സെറിയ, പിന്നെ ക്യാൻഡു ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഈ ദായ്സോ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഷോപ്പിൽ കയറുക. അവിടെ
സമയം പോകുന്നത് നിങ്ങളറിയില്ല. അപ്പം ആകമൊത്തം പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് ജപ്പാനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോയിൽ ഞങ്ങൾ ജസ്റ്റ് ഒരു ഗൈഡൻസ്, നിങ്ങൾക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഗൈഡൻസിന് വേണ്ടി പറഞ്ഞു തന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഇപ്പോൾ ഒരുപാട് ആളുകൾ ജപ്പാൻ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പം ലാസ്റ്റ് വീക്ക് തന്നെ ഇവിടെ ജപ്പാൻ കാണാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വന്നിരുന്നു. ഹവായിൽ നിന്ന് ഒരു കപ്പിൾ വന്നിരുന്നു. അപ്പോൾ നമ്മൾ അവരെ മീറ്റ് ചെയ്തിരുന്നു, വളരെ സന്തോഷമായി. മഞ്ജു ചേച്ചിയും ചാക്കോ ചേട്ടനും അവർ നമ്മൾക്ക് മെസ്സേജ് അയച്ചു, ഇവിടെ വന്നിട്ട് നമ്മൾ മീറ്റ് ചെയ്തു. ഞങ്ങൾക്ക് ആക്ച്വലി ഒരുപാട് സന്തോഷമായി. ആക്ച്വലി അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കവർ ചെയ്തിട്ടുള്ളൂ. അതെ, ബാക്കി നിങ്ങൾ കൂടുതൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോഴും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. പിന്നീട് കുറേ ആളുകൾ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഇവിടെ ജോലി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ പഠിക്കാൻ വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ. അതൊക്കെ നമ്മൾ വരും വീഡിയോസിൽ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി എന്ന് മാത്രമല്ല, എല്ലാവർക്കും യൂസ്ഫുൾ ആകും. എല്ലാവരും ജപ്പാനിലേക്ക് ട്രിപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അതെ, അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.